ചവനപ്പുഴ പുതിയ കണ്ടത്തിൽ മഴക്കാലത്ത് ചെളിവെള്ളം ഒഴുകിയെത്തി കിണറുകൾ മലിനമാകുന്നതിനും വയലുകളിൽ ചെളി നിറയുന്നതിനും പരിഹാരമാകുന്നു. ചെളിവെള്ളം തോട്ടിലേക്ക് ഒഴുകിപ്പോകുന്ന രീതിയിൽ ഡ്രൈനേജ് നിർമ്മാണം പുനഃക്രമീകരിച്ചാണ് നാട്ടുകാരുടെയും കർഷകരുടെയും ദുരിതത്തിന് പരിഹാരമുണ്ടാക്കിയത്. ETC പൂമംഗലം റോഡിൽ ചവനപ്പുഴ കുന്നിടിച്ച് ദേശീയപാത നിർമ്മാണത്തിനായി വലിയ രീതിയിൽ മണ്ണെടുത്തിരുന്നു. അശാസ്ത്രീയമായി മണ്ണെടുത്തതിനെ തുടർന്ന് മഴക്കാലത്ത് ഇവിടെ നിന്നും ചെളിവെള്ളം ഒഴുകിയെത്തി പുതിയ കണ്ടം വയലിലും സമീപത്തെ പുരയിടങ്ങളിലും ചെളി നിറയുകയും കിണറുകൾ മലിനമാവുകയും വയലുകൾ കൃഷിയോഗ്യമല്ലാതാവുകയും ചെയ്തു. നാട്ടുകാരനായ PP കൃഷ്ണന്റെ കൃഷിയിടത്തിൽ ചെളി നിറഞ്ഞതോടൊപ്പം കിണറും മലിനമായി. മഴക്കാലം അവസാനിച്ച് മാസങ്ങൾക്ക് ശേഷം നടത്തിയ പരിശോധനയിലും കിണർ വെള്ളം ഉപയോഗയോഗ്യമല്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് വീട്ടിൽ നിന്നും 200 മീറ്ററിലേറെ ദൂരെ നിന്നാണ് കുടിവെള്ളം കൊണ്ടുവരുന്നത്. ETC പൂമംഗലം റോഡ് നവീകരണത്തിന്റെ ഭാഗമായി റോഡിന് ഇരുവശത്തും നിർമ്മിക്കുന്ന ഓവുചാൽ പുതിയ കണ്ടം വയലിലേക്കാണ് നിർമ്മിക്കുന്നത്. ഈ രീതിയിൽ തുടർന്നാൽ മഴക്കാലത്ത് വീണ്ടും ചെളി ഒഴുകിയെത്തി കിണറും വയലുകളും നശിക്കുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. റോഡരികിൽ തന്നെ ഓവുചാൽ നിർമ്മിച്ച് വെള്ളം തോട്ടിലേക്ക് നേരിട്ടെത്തിക്കുന്നതിനുള്ള സൗകര്യമുണ്ടാക്കി ദുരിതത്തിന് ശാശ്വത പരിഹാരമുണ്ടാക്കണമെന്നാവശ്യപ്പെട്ട് PP കൃഷ്ണൻ കളക്ടർക്ക് പരാതി നൽകിയിരുന്നു. ഇത് കണ്ണൂർ വിഷൻ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. കൂടാതെ വാർഡ് കൗൺസിലറും കുറുമാത്തൂർ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷനുമായ P ലക്ഷ്മണന്റെ നേതൃത്വത്തിൽ കളക്ടർക്കും KRFBക്കും പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ KRFB അധികൃതർ സ്ഥലം സന്ദർശിച്ച് റോഡരികിലൂടെ ഡ്രെയിനേജ് നിർമ്മിച്ച് മഴവെള്ളം തോട്ടിലേക്ക് ഒഴുക്കിവിടുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നും വയലിലൂടെ ഗെയിൽ പൈപ്പ് ലൈൻ കടന്നുപോകുന്നതിനാൽ ഗെയിൽ അധികൃതരുടെ അനുമതി ലഭിച്ച് ഉടൻ പ്രവൃത്തി തുടരുമെന്നും വാർഡ് മെമ്പർ P ലക്ഷ്മണൻ പറഞ്ഞു. നിലവിൽ റോഡിന്റെ വർക്ക് പുരോഗമിച്ചു വരികയാണ്. അതോടൊപ്പം തന്നെ നേരത്തെ ETC കുന്നിൽ നിന്നും മണ്ണെടുത്തതിന്റെ ഭാഗമായിക്കൊണ്ട് പുതിയ കണ്ടം വയലും അതോടൊപ്പം തന്നെ തൊട്ടടുത്ത വീടുകളിലെ കിണറും ചെളി നിറഞ്ഞ് ഉപയോഗശൂന്യമായ സാഹചര്യത്തിലാണ് നിലവിലിപ്പോൾ KRFB വർക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന ആ പ്രദേശത്ത് പുതിയ കൾവെട്ടും അതോടൊപ്പം തന്നെ നിലവിലുള്ള ഡ്രെയിനേജ് മൂടിക്കൊണ്ട് അത് അടുത്ത കൾവെട്ടിലേക്ക് വിടുന്നൊരു നില ഉണ്ടായിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.